ദിവ്യകാരുണ്യ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ കുർബാന ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ഓർമ്മയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം നമ്മോട് പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ സ്വന്തമാക്കാൻ സ്വന്തം പുത്രനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന്. ദൈവപിതാവ് മനുഷ്യമക്കളെ ആഴത്തിൽ അഗാധമായി സ്നേഹിച്ചതിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത അനന്തമാണ്. ഓരോ പ്രഭാതത്തിലും മനുഷ്യമക്കളെ തേടിയെത്തുന്ന ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയെ കൂടുതലായി സ്നേഹിക്കാനും ആ വിശുദ്ധ കുർബാന അനുഭവത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും നമുക്ക് ഈ നോമ്പുകാലത്ത് പരിശ്രമിക്കാം. ഒരിക്കൽ ഒരിടവകയിൽ കടന്നു ചെന്നപ്പോൾ അവിടെ കൂടിയിരുന്ന കുട്ടികളോട് ഞാനൊരു ചോദ്യം ചോദിച്ചു, എന്താണ് മക്കളെ വിശുദ്ധ കുർബാന? അപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഈശോയുടെ ഹൃദയമാണ് വിശുദ്ധ കുർബാന. ഞാൻ കുറച്ചുകൂടി ഗൗരവപരമായിട്ട് ആ കുട്ടിയോട് എന്തുകൊണ്ടാണ് മകളെ നീ അപ്രകാരം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു, അവൻ സ്വന്തം ഹൃദയം എനിക്ക് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നൽകുകയാണ്. അപ്പോൾ ഞാൻ ഈശോയുടെ ഹൃദയം എന്നിലേക്ക് സ്വീകരിക്കുമ്പോൾ എൻ്റെ ഹൃദയം മാറി അവിടെ ഈശോയുടെ ഹൃദയം രൂപാന്തരപ്പെടുന്നു. അപ്പോൾ എന്നിൽ ജീവിക്കുന്നത് ഈശോയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള വളരെ ലളിതവും മനോഹരവും ദൈവശാസ്ത്രപരവുമായ ഒരു ഉത്തരം തന്നെയാണ് ആ പെൺകുട്ടി പറഞ്ഞത്. വിശുദ്ധ കുർബാന ഈശോയുടെ ഹൃദയമാണ്. ഈശോയുടെ ഹൃദയത്തിൻ്റെ നൈർമല്യതയും ശാന്തതയും സ്നേഹവും ആവോളം അനുഭവിച്ച് ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്കും ഈ നോമ്പുകാലത്തിലൂടെ സാധിക്കുമെങ്കിൽ മറ്റുള്ളവർ നമ്മിലും ഈശോയുടെ സാന്നിധ്യം കണ്ടെത്തും എന്നുള്ളതാണ് സത്യം. ഒരു കഥ ഇപ്രകാരമാണ്. അപ്പുക്കുട്ടന് അമ്മ മാത്രമേ ഉള്ളൂ. വളരെ ചെറുപ്രായത്തിൽ തന്നെ കഷ്ടപ്പാടുകളിലൂടെയും വേദനയിലൂടെയും കടന്നുപോയ അവൻ്റെ 8ാമത്തെ പിറന്നാളിന് അവൻ അമ്മയോട് ഇപ്രകാരം ചോദിച്ചു, അമ്മേ, ഈ പിറന്നാളിന് എനിക്ക് എന്ത് സമ്മാനമാണ് തരുക? അമ്മ നോക്കിയപ്പോൾ കയ്യിൽ പൈസയൊന്നുമില്ല. അമ്മ പറഞ്ഞു, മോനെ, ഞാൻ നിൻ്റെ 10ാമത്തെ പിറന്നാളിന് ഒരു സമ്മാനം തരാം. അങ്ങനെ ആ പിറന്നാൾ കടന്നുപോയി. പിറ്റേ വർഷം തൻ്റെ പിറന്നാൾ ദിവസം ഈ മകൻ അമ്മയോട് വീണ്ടും ചോദിക്കുകയാണ്, അമ്മേ, ഈ പിറന്നാളിന് എനിക്ക് എന്ത് സമ്മാനമാണ് തരിക? അപ്പോൾ അമ്മ വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ 10ാമത്തെ പിറന്നാളിന് സമ്മാനം തരാമെന്ന്. അങ്ങനെ ആ പിറന്നാളും കടന്നുപോയി. 10ാമത്തെ പിറന്നാളിന് 10 ദിവസം മുൻപ് അപ്പുക്കുട്ടൻ തലകറങ്ങി വീഴുകയാണ്. അങ്ങനെ അമ്മ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇവൻ കണ്ണു തുറന്നപ്പോൾ കാണുന്ന കാഴ്ച, തൊട്ടരികിൽ ഡോക്ടറും നഴ്സുമാരുമെല്ലാം ഒരു കേക്കും സമ്മാനങ്ങളും ബലൂണുകളും ഒക്കെ ആയിട്ട് അവനെ ഹാപ്പി ബർത്ത്ഡേ പാടി അവനെ എതിരേൽക്കുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്ന് മോനെ നിൻ്റെ പിറന്നാളാണ്. ഉടനെ ഇവൻ തൻ്റെ അമ്മയെ അന്വേഷിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറേ ദിവസമായില്ലേ, വീടൊക്കെ അലങ്കരിക്കാനും നിനക്കുള്ള വലിയ സമ്മാനം ഒരുക്കി വയ്ക്കാനും അമ്മ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ ഡോക്ടറിൻ്റെ കൂടെ അപ്പുക്കുട്ടൻ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ വീടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. മുറിയൊക്കെ തോരണങ്ങൾ കൊണ്ടും ബലൂണുകൾ കൊണ്ടുമൊക്കെ അലങ്കാരപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു കേക്കും ആ കേക്കിൻ്റെ അടുത്തായിട്ട് ഒരു കത്തും അവൻ കണ്ടു. അമ്മേ അമ്മേ എന്നുള്ള വിളിക്ക് ഉത്തരമൊന്നും ലഭിച്ചില്ല. എന്നിരുന്നാൽ പോലും എന്നും അപ്പുക്കുട്ടനും അമ്മയും കെട്ടിപ്പിടിച്ച് കിടക്കാറുള്ള ആ കട്ടിലിൽ പോയിരുന്ന് ഇവൻ ഈ കത്ത് പൊട്ടിച്ച് വായിച്ചു. കത്തിൻ്റെ സാരാംശം ഇപ്രകാരമാണ്, പ്രിയപ്പെട്ട അപ്പുക്കുട്ടന്, നീ എന്നോട് ഓരോ പിറന്നാളിനും ചോദിക്കാറില്ലേ, എന്താണ് അമ്മ ഈ പിറന്നാൾ എനിക്ക് സമ്മാനം തരാൻ പോവുക എന്ന്? മകനെ, എനിക്ക് നിനക്ക് തരാനുള്ള ഏറ്റവും വലിയ സമ്മാനം എൻ്റെ ഹൃദയമാണ്. നിൻ്റെ ഹൃദയം തകരാറിലായി എന്ന് കേട്ടപ്പോൾ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. ഇന്ന് നീ ജീവിക്കുന്നത് എൻ്റെ ഹൃദയം കൊണ്ടാണ്. എപ്പോഴും ഈ അമ്മ നിറസാന്നിധ്യമായി നിൻ്റെ കൂടെ ഉണ്ടാകും. ചക്കരയുമ്മകളോടെ അപ്പുക്കുട്ടൻ്റെ സ്വന്തം അമ്മ. കഥയുടെ ലോജിക്കോ കഥയുടെ സാരാംശമോ അല്ല പ്രധാനം, മറിച്ച് സ്നേഹമെന്നാൽ സ്വയം മുറിച്ചു കൊടുക്കുന്നതും സ്വന്തം ഹൃദയം മറ്റൊരുവൻ്റെ ജീവിതത്തിന് വേണ്ടി, ജീവൻ്റെ സമൃദ്ധിക്ക് വേണ്ടി പകർന്നു കൊടുക്കുന്നത് ആണ് എന്നുള്ളതാണ് സത്യം.
യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന ആത്യന്തികമായ ലക്ഷ്യം ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ വിശുദ്ധ കുർബാനയായി മാറിയത്, അല്ലെങ്കിൽ സ്വന്തം ഹൃദയം നമുക്കായിട്ട് ഈശോ പകുത്തു നൽകിയത്. ഒന്നാമത്തേത് നമ്മോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി. ദൈവപിതാവിൻ്റെ അഗാധമായ സ്നേഹമാണ് സ്വന്തം പുത്രനെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയതെങ്കിൽ, ഈശോയുടെ അനന്തമായ അഗ്രാഹ്യമായ സ്നേഹമാണ് സ്വന്തം ശരീരവും രക്തവും നമുക്ക് വേണ്ടി പകുത്തു നൽകി നമ്മോട് കൂടെയായിരിക്കുവാൻ ഈശോയെ പ്രേരിപ്പിച്ചത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ ഈശോയുടെ പിറവിയെക്കുറിച്ച് പറയുന്നിടത്ത് ഇപ്രകാരം പറയുന്നു: ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. മത്തായി സുവിശേഷകൻ തൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ പറഞ്ഞു വയ്ക്കുന്നു, മത്തായി 28:20, യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മോട് കൂടെയായിരിക്കുവാനാണ് ഈശോ വിശുദ്ധ കുർബാനയായിട്ട് മാറിയത്. നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഈശോ വിശുദ്ധ കുർബാനയായിട്ട് മാറിയത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം തിരുവചനം, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇത്തരത്തിൽ നമ്മോട് കൂടെയായിരിക്കുവാനും നമ്മെ അഗാധമായി സ്നേഹിക്കുവാനും വേണ്ടിയിട്ടാണ് ഈശോ വിശുദ്ധ കുർബാനയായി മാറിയത്, സ്വന്തം ഹൃദയം നമുക്ക് ദാനമായി നൽകിയത്. ഈ വിശുദ്ധ ബലികൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും ഈശോ എനിക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ കാര്യം, എനിക്ക് വേണ്ടി സമ്മാനിച്ച ഏറ്റവും വലിയ സമ്മാനം, അതാണ് വിശുദ്ധ കുർബാന എന്ന തിരിച്ചറിവ് നമുക്ക് സ്വന്തമാക്കാം. പരിത്യാഗങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും എല്ലാം നാം ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മോട് കൂടെയായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ, ഈശോയുടെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ അടുത്തനുഭവിക്കുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം. നമ്മൾ പഠിച്ചത് കൊണ്ടോ നമ്മൾ ഒത്തിരിയേറെ എഴുതിയത് കൊണ്ടോ വിശുദ്ധ കുർബാനയെ യുക്തിപരമായും ദൈവശാസ്ത്രപരമായും മനസ്സിലാക്കിയത് കൊണ്ടോ ആയില്ല. അതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ, വിശുദ്ധ കുർബാന എന്ന സത്യത്തെ ഹൃദയത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഈശോയുടെ ഹൃദയം നമ്മുടെ ഹൃദയവുമായി രൂപാന്തരപ്പെടുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും. 1273 ഡിസംബർ മാസം 6-ാം തീയതി ലോകം കണ്ട മഹാപണ്ഡിതനായ വിശുദ്ധ തോമസ് അക്വീനാസ് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടെ അദ്ദേഹം കാഴ്ചയായി അർപ്പിച്ച വീഞ്ഞും അപ്പവും ഈശോയുടെ തിരുശരീര രക്തങ്ങളായി രൂപാന്തരപ്പെട്ടു. ഉടൻ തന്നെ അദ്ദേഹം നിറകണ്ണുകളോടുകൂടെ വിശുദ്ധ ബലി അർപ്പിച്ച് പിന്നീട് ഈശോ ഈശോ എന്നല്ലാതെ മറ്റൊരു വാക്കും ഉച്ചരിക്കാതെ തൻ്റെ അവസാന ശ്വാസം വരെ ജീവിച്ചുവെന്നാണ് ചരിത്രം പറയുക. അദ്ദേഹം എഴുതിക്കൂട്ടിയ എല്ലാ പുസ്തകങ്ങളുടെയും അടുത്തു ചെന്ന് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഞാൻ എൻ്റെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചു. ആ സ്നേഹം അനുഭവിക്കുമ്പോൾ, ആ അനുഭവം സ്വന്തമാക്കിയപ്പോൾ ഞാൻ എഴുതിക്കൂട്ടിയതെല്ലാം വെറും ചപ്പും ചവറുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, യുക്തികൾക്കപ്പുറം, യുക്തിചിന്തയ്ക്കപ്പുറം, റീസണിനപ്പുറം വിശുദ്ധ കുർബാന എന്ന സത്യം ഹൃദയത്തിൽ സ്വീകരിക്കാൻ, ഹൃദയത്തിൽ അനുഭവിക്കാൻ, അനുഭവിച്ച സത്യത്തെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതങ്ങളിലൂടെ പകർന്നു കൊടുക്കുവാനുള്ള ഒരു വലിയ അവസരമായിട്ട് ഈ നോമ്പുകാലം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നോമ്പുകാലത്തിലൂടെ ഈശോയുടെ സ്നേഹം വിശുദ്ധ കുർബാനയിലൂടെ വെളിപ്പെടുന്ന, വിശുദ്ധ കുർബാനയിലൂടെ അനുഭവവേദ്യമാകുന്ന, വിശുദ്ധ കുർബാനയിലൂടെ പങ്കുവയ്ക്കപ്പെടുന്ന ആ സ്നേഹം ആവോളം നുകരുവാൻ നമുക്കും പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട്: ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങിലുള്ള വിശ്വാസം എന്നിൽ വർദ്ധിപ്പിക്കണമേ. അങ്ങിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.